അപ്പൊ ഈ ഒരു ആപ്പിൽ ലോഗിൻ ചെയ്യാനുള്ള ലോഗിൻ ഐഡിയും പാസ്വേഡും വേണ്ടേ? ഇതിന്റെ വയറിംഗ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ പിന്നെ വാറന്റി ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെസ്സേജ്. ബാറ്ററി നമ്മൾ വലിച്ചൂരിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ റെഡ് ആയിട്ടിരിക്കും. 30 മീറ്ററിനുള്ളിൽ വണ്ടി എങ്ങോട്ടിലൊക്കെ മാറ്റി വലിയ തള്ളിക്കൊണ്ട് പോകും. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഇവിടെ നമ്മുടെ ഫോണിൽ അലാറും കാര്യങ്ങളൊക്കെ വരും. RPM ഏറ്റവും താഴെ വരുന്നു, അപ്പോഴാണ് വണ്ടി ഓഫ് ആവുള്ളൂ. മാത്രം നമ്മുടെ പ്രൂഫ് വല്ലതും വേണം, ID പ്രൂഫ് കണ്ടില്ലേ? ഇന്നലെ പോയേക്കുന്ന മാക്സിമം സ്പീഡാണ് ആദ്യം കാണിച്ചങ്ങനെ. ഹലോ ഗൈസ്, മോട്ടോ സയൻസിന്റെ മറ്റൊരു കിടിലം വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ GPS വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ. അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പൊ അതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഒത്തിരി പേര് ഒരേ ഡൗട്ട് തന്നെ വീണ്ടും ഒത്തിരിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഒന്ന് ഉണ്ടാക്കിയെന്ന് വെച്ചല്ലേ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോക്ക് നമ്മൾ എന്തൊക്കെ ഡൗട്ടാണ് ക്ലിയർ ചെയ്യുന്നത്? നമ്മൾ ഇതിനകത്ത് സിം വെരിഫിക്കേഷൻ എങ്ങനെയാണ്, പിന്നെ ഇതങ്ങനെ പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യണത്, തേർഡ് പാർട്ടി ആപ്പാണ്, അങ്ങനെ കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു സിം ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ID പ്രൂഫ് വേണമെന്ന് കുറെ ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തീർക്കുന്നതാണ്. പിന്നെ ആദ്യമായിട്ട് നമുക്ക് ഈ ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് നോക്കാം. എടാ, അപ്പൊ ഈ ഒരു ആപ്പ് എങ്ങനെയാണ് ശരിക്കും ഇൻസ്റ്റാൾ ചെയ്യണേ? നമുക്കിന്നത്തെ ഒരു 2 ഓപ്ഷൻ ഉണ്ട്. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആപ്പ് Setrack ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. Setrack നമുക്ക് ആപ്പ്. പിന്നെ എങ്ങനെയാണ്, പിന്നെ നമുക്ക് ആ ഒരു ബാർകോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ബോക്സിൽ വന്നിട്ടുണ്ട്. ആ ബോക്സിൽ നമ്മൾ അത് ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പ്ലേ സ്റ്റോറിൽ കയറി ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്ക് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരും. അപ്പൊ ഈ ഒരു ആപ്പിൽ ലോഗിൻ ചെയ്യാനുള്ള ലോഗിൻ ഐഡിയും പാസ്വേഡും വേണ്ടേ? അതെങ്ങനെയാണ് കിട്ടണത് ശരിക്കും? നമ്മൾ ആദ്യം സിമ്മിന്റെ ആ ബാക്കിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുക. സിമ്മിന്റെ ഫോട്ടോ, അതുപോലെ തന്നെ വണ്ടിയുടെ നമ്പർ അങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡ് നമുക്ക് അയച്ചു തരും. അപ്പൊ എന്തായാലും നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യണം ഈ ഒരു GPS ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. അല്ലടാ, അവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ എല്ലാ സംഭവങ്ങൾ അയച്ചു തരുമല്ലേ? നമ്മുടെ സിം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് നമ്മൾ ആ സിമ്മിന്റെ ബാക്കിൽ നിന്ന് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണം അവരുടെ നമ്പറിലേക്ക്. ഫോട്ടോ മാത്രം, നമ്മുടെ പ്രൂഫ് വല്ലതും വേണം? ID പ്രൂഫ് ഒന്നും വേണ്ട. ID പ്രൂഫ് വേണ്ടല്ലോ. വേണ്ട. നമ്മുടെ വണ്ടിയുടെ നമ്പർ മാത്രം അയച്ചു കൊടുത്താൽ മതി അല്ലേ? ഇതല്ലേ നമ്മുടെ വണ്ടിയുടെ നമ്പർ അല്ലേ? നമ്മുടെ വണ്ടിയുടെ നമ്പർ, ഇപ്പോൾ വണ്ടി എവിടെ കറക്റ്റ് ഇരിക്കുന്നതെന്നും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇതിനകത്ത് GPS ആക്റ്റീവ് ആണെങ്കിൽ ഇവിടെ പച്ച കിടക്കൂല്ലേ, പച്ച തെളിഞ്ഞ് കിടക്കൂല്ലേ? ഇതിപ്പോ ഒരു പച്ച നമ്മുടെ ബാറ്ററിയുടെ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഇത്. പിന്നെ ബാറ്ററി നമ്മൾ വലിച്ചൂരിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ റെഡ് ആയിട്ടിരിക്കും അല്ലേ? പിന്നെ നമുക്ക് ഈ ഒരു ലോഗിൻ ഐഡിയും പാസ്വേഡും ഒക്കെ മാറ്റാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അതുകൊണ്ട് മാറ്റുന്നതല്ലേ ശരിക്കും അത്? നമുക്ക് അവർ തരുന്ന ആദ്യം നമുക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും തരുന്നതാണ്. നമുക്കത് പിന്നെ വേണമെങ്കിൽ മാറ്റുന്ന നല്ലതാണ് എപ്പോഴും. പിന്നെ ഈ ഒരു നമ്മുടെ ഒരു വീട്ടിൽ ഇപ്പോൾ 2-3 വണ്ടി ഉണ്ടെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒറ്റ ഇതിൽ തന്നെ നമുക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ ഓരോ നമ്പർ ഇവിടെ വേറെ വണ്ടി ആണെങ്കിൽ ഇവിടെ ആഡ് ചെയ്താൽ മതി. 2-3 വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ 3 ആഡ് ചെയ്ത് ഇടാൻ പറ്റും ഇതിന്റെ അകത്ത് അല്ലേ? ജസ്റ്റ് നമുക്ക് എപ്പോഴും ലോഗൗട്ട് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ? ലോഗൗട്ട് ചെയ്ത് നമുക്ക് അടുത്ത വേറെ വേണമെങ്കിൽ വേറെ ലോഗിൻ ചെയ്യാം. നമുക്ക് അതിന്റെ വാലിഡിറ്റി ഒക്കെ അറിയാൻ പറ്റും. നമുക്ക് കറക്റ്റ് ഏതാ ഡേറ്റിലാണ് തീരുന്നത് നമ്മുടെ ആ സിമ്മിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ. ഒരു കൊല്ലത്തേക്കല്ലേ സിമ്മിന്റെ വാലിഡിറ്റി? ഇത് December 20, 2022 വരെ ഉണ്ട് നമുക്ക് ഇതിന്റെ. ഒരു കൊല്ലത്തിനുണ്ട് കറക്റ്റ്. പിന്നെ ചിലർക്കുള്ള ഡൗട്ടാണ് ഈ ഒരു സിമ്മില് മറ്റേ നമ്മുടെ ഫോണിലൊക്കെ എടുത്തിട്ട് കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റുമോ ഡാറ്റ? അങ്ങനത്തെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇതിന് വേണ്ടി തന്നെയാണ്. ഒരു GPS സിം ആണ് ശരിക്കും. ഇതിന് വേറെ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ID പ്രൂഫും കാര്യങ്ങളൊന്നും ഇതിനകത്ത് അയച്ചു കൊടുക്കേണ്ടവർ വേണ്ടാത്തത്. ഇത് അവർ തന്നെ ആക്ടിവിറ്റി തന്നെയാണ്. 650 രൂപ അവർക്ക് അയച്ചു കൊടുക്കണല്ലേ ഈ ഒരു സിം ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ സിം കിട്ടി കഴിയുമ്പോൾ സിമ്മിന്റെ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അവരുടെ ആ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ നമ്മുടെ സിം അവർ ആക്ടിവേറ്റ് ചെയ്ത് തരും. പിന്നെ അടുത്തായിട്ട് നമ്മുടെ വണ്ടി എവിടെ കറക്റ്റ് ഇരിക്കണമെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഓൾ വെഹിക്കിൾ മാപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കറക്റ്റ് അവിടെ ഇരിക്കാൻ അറിയാൻ പറ്റും. ലൊക്കേഷൻ അറിയാൻ പറ്റില്ലേ? അപ്പോൾ വണ്ടി നമ്മുടെ അടുത്തല്ല ഇരിക്കണേ, എന്റെ വീട്ടിലിരിക്കണം. വണ്ടിന്റെ വീട്ടിലിരിക്കണം. നമുക്ക് ആ ലൊക്കേഷൻ കറക്റ്റായിട്ട് കാണിക്കും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വേണമെങ്കിൽ ലൊക്കേഷൻ ഡയറക്ഷൻ ഇട്ട് അങ്ങോട്ട് വേണമെങ്കിൽ പോകാൻ പറ്റില്ല. അങ്ങോട്ട് പോകാനും പറ്റും. വണ്ടി എവിടെ കറക്റ്റ് ഇരിക്കണം എന്നുള്ള സ്ഥലത്തേക്ക് ഇതിന്റെ ലൊക്കേഷൻ ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് ഇനി അടുത്തായിട്ട് ഈ ഒരു വണ്ടിയുടെ ഇന്നലെ ഓടിക്കുന്നതിന്റെ റിപ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുക്കാം. അത് ഇതുപോലെ തന്നെ ഓൾ വെഹിക്കിൾ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് എത്ര വണ്ടി വേണം ആഡ് ചെയ്തിടത്തില്ല. നമ്മൾ ഒരു 4-5 വണ്ടി GPS പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം അറിയാൻ പറ്റും. എല്ലാ വണ്ടിയും ഇതിനകത്ത് ആഡ് ചെയ്താൻ പറ്റും. ഇന്ന് നമ്മൾ വണ്ടി ഓടിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് അതിന് കാണാൻ പറ്റില്ല. അപ്പൊ യെസ്റ്റർഡേ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വ്യൂ എടുത്ത് കൊടുക്കുക. കണ്ടില്ലേ? ഇന്നലെ പോയേക്കുന്ന മാക്സിമം സ്പീഡാണ് ആദ്യം കാണിച്ചങ്ങനെ 52 കിലോമീറ്റർ അല്ലേ? 14 കിലോമീറ്റർ ഇന്നലെ വണ്ടി ഓടിയിട്ടുണ്ട്. 30 മിനിറ്റ് റണ്ണിങ് ടൈം അങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്ത് കറക്റ്റ് കാണിക്കും. ഇതിനകത്ത് നമ്മൾ മൈലേജ് കാണിക്കാത്ത പറഞ്ഞാൽ ഇതിന്റെ ആവറേജ് മൈലേജ് സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടല്ലേ കാണിക്കാത്ത. അതിന്റെ നമ്മൾ സെറ്റ് ചെയ്യാത്തതാണ് ഇന്നത്തെ കാണിക്കാത്തല്ലേ? പിന്നെ വണ്ടി മാത്രമല്ല നമ്മൾ ഏത് ഡേറ്റ് വേണം ഡേറ്റിനകത്ത് ആ ഒരു 30 days വരെയുള്ളത് നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റും. എപ്പോഴാണല്ലോ എടുക്കാൻ പറ്റുമല്ലേ? എടാ, പിന്നെ അടുത്തായിട്ട് എന്താ ഉള്ളത്? പാർക്കിംഗ് മോഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. PA ഇത് നമ്മൾ എനേബിൾ ചെയ്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് ഒരു മാളിലോ അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് സേഫ് അല്ലാന്ന് തോന്നുന്നു വെച്ചോ. അപ്പോൾ നമുക്ക് ഈ പാർക്കിംഗ് മോഡ് എനേബിൾ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 30 മീറ്ററിനുള്ളിൽ വണ്ടി എങ്ങോട്ടിലൊക്കെ മാറ്റി വലിയ തള്ളിക്കൊണ്ട് പോകും. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഇവിടെ നമ്മുടെ ഫോണിൽ അലാറും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ തന്നെ വരുമല്ലേ? അപ്പൊ അങ്ങനെ സംഭവം ഉണ്ട്. നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ വണ്ടി എടുക്കാൻ നേരത്തെ നിന്ന് ഓഫ് ചെയ്താൽ മതി, ഡിസേബിൾ ചെയ്യുക. ഓക്കെ. നമുക്ക് അടുത്തായിട്ടൊരു കോളിംഗ് ഫീച്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം പലരുടെ അതിനകത്ത് വർക്ക് ആവുന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെയൊന്നും എന്താ ചെയ്യേണ്ടത്? അവരെ കസ്റ്റമർ കെയറിലേക്ക് നമ്മൾ
മെസ്സേജ് ചെയ്താൽ മതി. നമുക്കിങ്ങനെ സംഭവം സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെറ്റാക്കി തരും. അപ്പൊ തന്നെ ഈ ഒരു ക്വാളിഫൈസർ ശരിക്കും വർക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ GPS ശരിക്കും നേരെയാണ് ഇരിക്കണേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയണത് വണ്ടിയുടെ ഒരു സെൻട്രലായിട്ട് പിടിപ്പിക്കുക. കാരണം വണ്ടി ഒരു സൈഡിലേക്ക് ഒരു ആംഗിൾ ചെരിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ ഒരു 3 ഫ്രണ്ട്സിന് ശരിക്കും നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ചെല്ലും. അങ്ങനെ ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും സംഭവത്തിൽ നമുക്ക് ചെല്ലും. അതൊരു നല്ലൊരു ഫീച്ചർ അല്ലേ ശരിക്കും. പിന്നെ എന്താ സംഭവം ഉള്ളത്? നമുക്കൊരു എഞ്ചിൻ ഓഫ് ചെയ്യാന്നൊരു സംഭവം ഉണ്ട്. ഇതല്ലേ എഞ്ചിൻ ഓൺ ഓഫ് അല്ലേ? ഇപ്പൊ എഞ്ചിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവുക. പിന്നെ നമുക്ക് താക്കോൽ ഇട്ടാൽ പോലും വണ്ടി സ്റ്റാർട്ട് ആവില്ല. കാരണം പിന്നെ നമ്മൾ ഈ ആപ്പിൽ കയറിയിട്ട് എഞ്ചിൻ ഓൺ കൊടുത്താൽ മാത്രമാണ് വണ്ടിയുടെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളെല്ലാം തെളിയുള്ളൂ. പിന്നെ ചിലവരുണ്ട് പറയുന്നുണ്ട്, അതായത് വണ്ടി ഓട്ടത്തിൽ എഞ്ചിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓഫ് ആവുന്നില്ല എന്ന്. അത് അങ്ങനെ ഓഫ് ആവില്ല. ഇത് അങ്ങനെയല്ല ഓഫ് ആവണം. കാരണം നമ്മുടെ ഒരു 1000 RPM ഒരു താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ വണ്ടി ഓഫ് ആവുള്ളൂ. അത് സ്കൂട്ടറാണെങ്കിലും കാറാണെങ്കിലും. കാരണം അത്ര റണ്ണിങ്ങിലൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്കും കാര്യങ്ങളൊന്നും പുതിയ കാറുകൾക്കൊന്നും കിട്ടത്തില്ല. അപ്പൊ വണ്ടിക്ക് ആക്സിഡന്റ് പറ്റാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് ഈ വണ്ടി ഒരു 1000 RPM താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് വണ്ടി ഓഫ് ആവുള്ളൂ. അല്ലേ? അപ്പൊ പെട്ടെന്ന് ഓഫ് ആവില്ലല്ലോ ഒരിക്കലും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ. ഇല്ല. അതാണ് ശരിക്കും ഒരു 10 സെക്കൻഡ് എടുക്കുന്ന ഒരു സംഭവം അല്ലേ? നമ്മളിപ്പോ ചെറുതായിട്ട് വെള്ളം കൊണ്ട് RPM ഏറ്റവും താഴെ വരുന്നു, അപ്പോഴാണ് വണ്ടി ഓഫ് ആവുള്ളൂ. ഇപ്പൊ നീ ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ പോവാണ് വണ്ടി കൊണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആക്കി, അന്നേരം ഓഫ് ആവോ? ശരി ഇല്ല. അതായത് നീ ഗിയർ ഡൗൺ ചെയ്ത് ഒരു നമ്മൾ ഏറ്റവും RPM കുറയണ എപ്പോഴാണോ ആ വണ്ടി അപ്പോഴാണ്. ഇപ്പൊ നമ്മളൊരു കൊണ്ടൊരു സിഗ്നലിലൊക്കെ നിർത്തുവെന്ന് വെച്ചോ. അപ്പൊ കള്ളനിപ്പോ വണ്ടി എടുത്തോണ്ട് പോയപ്പോ സിഗ്നലിലൊക്കെ വെച്ച് നിർത്തി അങ്ങനെ ഒരു സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ മാത്രം വണ്ടി അപ്പൊ തന്നെ ഓഫ് ആയി പോകും. അന്നേരമാണ് ഓഫ് ആവുള്ളൂ. ഇത് കാറുകൾക്കൊന്നും അങ്ങനത്തെ ഭയങ്കര സേഫ് ആയില്ല. കാരണം വണ്ടി എത്ര സ്പീഡിലൊക്കെ പോകുമ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ കിട്ടാവുന്ന വണ്ടി എപ്പോൾ അടിച്ചെന്ന് ചോദിച്ചാൽ അടുത്ത് നമ്മളിന്ന് വണ്ടി എവിടെ കൊണ്ടുപോയിട്ടുണ്ട്, എവിടെ നിർത്തിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതായത് ഇന്നലെ വണ്ടി എടുത്തിട്ടുള്ളൂ. ഈ ഒരു പോയിന്റുകളായിട്ട് കാണിക്കുന്നതാണ് വണ്ടി നമ്മൾ എവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഓരോ സ്ഥലത്ത് എന്തോരം നേരം നിർത്തിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും അല്ലേ? പിന്നെ വേറെ എന്താണ് അഡീഷണൽ ഇന്ന് നമ്മൾ ശരിക്കും നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പർ കാർഡുള്ള ഒരു സംഭവമല്ലേ ശരിക്കും? ഉണ്ട്. അതാണ് ജസ്റ്റ് ഉണ്ടല്ലേ, ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് പോലെ സംഭവം കൊടുത്തിട്ടുണ്ടല്ലേ ഇതിനകത്ത്. ഇവിടെ നമുക്ക് കോൺടാക്ട് നമ്പർ കൊടുക്കാം ഡ്രൈവറിന്റെ, പിന്നെ പേര്. അടിയിലോട്ട് പോയി കഴിഞ്ഞത് കണ്ടല്ലേ, ഇവിടെ നമുക്ക് ഇൻഷുറൻസിന്റെ എക്സ്പയർ ആവുന്ന എന്നാണ്, പൊല്യൂഷന്റെ എന്നാണ്, അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഇങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലേ. ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും. കാര്യങ്ങളൊക്കെ കൃത്യം ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ വേണം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ആപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കാണിച്ചാൽ വണ്ടി മാപ്പ് ഇരിക്കുന്നത്, അത് നമ്മൾ ആദ്യം കാണിച്ചായിരുന്നു വണ്ടി ഇവിടെ കറക്റ്റ് ഇരിക്കുന്നതെന്നുള്ളതൊക്കെ. അല്ല, ഈ റൗണ്ടിനകത്തുള്ള നമ്മൾ പിന്നെ നേരത്തെ കാണിച്ചതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു കോഷൻ കൊടുത്തേക്കുന്നത് റിപ്പോർട്ടാണ്. അങ്ങനെയുള്ളതൊക്കെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വേറെ എന്തെങ്കിലും ഓപ്ഷൻ അല്ലേ? പിന്നെ നമുക്ക് ലൊക്കേഷനൊക്കെ നമുക്ക് വേറെ ഉള്ള ഇപ്പോൾ ആരും വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയി നമുക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വാട്സപ്പ് വഴി ഷെയർ ചെയ്യാൻ പറ്റുമല്ലേ? പിന്നെ ഇതിനകത്ത് നമുക്ക് വേണം നമ്മുടെ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ഒരു PDF ഫയലായിട്ട് സേവ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാനും ഓഫ് വെക്കാനുള്ളതുണ്ട്. പിന്നെ നമുക്ക് കസ്റ്റമർ കെയറിൽ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഡയറക്റ്റ് ആയിട്ട്. പിന്നെ നമുക്ക് ഇവിടെ എത്ര എണ്ണം നിലവിൽ ഇതുണ്ടല്ലോ വണ്ടികൾ, ഇപ്പോൾ ടോട്ടൽ 1 ആണ്. ഓർമ്മ ഐഡിയ വണ്ടി അവിടെ അനങ്ങാണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഫുള്ള് ഫംഗ്ഷൻസും കാര്യങ്ങളും ഞങ്ങളിപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ കസ്റ്റമർ സർവീസ് ഒക്കെ എങ്ങനെയാണ് തന്നെ? ഇവർക്ക് ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും വർക്കിംഗും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് മെസ്സേജ് അയച്ചാൽ, കാരണം രാവിലെ 10 മണി തൊട്ട് രാത്രി 8 മണി വരെ ഒരു സർവീസ് അവൈലബിൾ ആണ്. ഇവരുടെ നമ്പറൊക്കെ ഞങ്ങൾ ഇവിടെ താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ. അതായത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്, അതായത് ഇതിന്റെ വയറിംഗ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ പിന്നെ വാറന്റി ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെസ്സേജ് അയക്കാം. അതായത് നിങ്ങളുടെ ഇപ്പം ഈ ഒരു ആപ്പിനകത്ത് എന്തെങ്കിലും സംഭവങ്ങളൊന്നും വർക്ക് ചെയ്യുന്നതിലൊക്കെ ഇവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യണം. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് തന്നെ അടുത്ത റീപ്ലേസ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതും ഇവർക്ക് ഈ വാട്സപ്പിൽ എന്തെങ്കിലും കാര്യം മെസ്സേജ് അയച്ചാൽ മതി. എടാ, അപ്പൊ ഇതിന്റെ വാറന്റി എങ്ങനെയാണ് ശരിക്കും? ഇതിന് 3 കൊല്ലം വരുന്നുണ്ട്, 5 കൊല്ലം വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒരു 500 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വ്യത്യാസമുള്ളൂ. ഇത് മേടിക്കാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ താഴെ കൊടുത്തേക്കാം. സോ ഗയ്സ്, ഞങ്ങളുടെ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.